ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു 2 മെഗാ പിക്സൽ ക്യാമറ അത്യാവശ്യം കൊള്ളാവുന്നത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തുകൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ ഒരു ക്യാമറ, അതായത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ഏത് ക്യാമറ എടുത്താലും അത് നല്ലത് തന്നെയാണ്. അതായത് 2 മെഗാ പിക്സൽ ക്യാമറയാണെങ്കിലും 4 മെഗാ പിക്സൽ ക്യാമറയാണെങ്കിലും 5 മെഗാ പിക്സൽ ആണെങ്കിലും ഏത് ക്യാമറയാണെങ്കിലും നമ്മൾ എടുക്കുന്ന ക്യാമറ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ സ്ഥലത്തിന് അനുയോജ്യമാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ക്യാമറയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ ഒരു വീടിൻ്റെ മുറ്റം നിങ്ങൾ സങ്കല്പിക്കുക. അവിടെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 80 വൈഡ് ആംഗിളിൽ, അത്യാവശ്യം വൈഡായിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഒരു സിംഗിൾ ക്യാമറ വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് വെക്കാനുണ്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 7 മീറ്റർ അല്ലെങ്കിൽ 6 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഗേറ്റിലേക്കെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ അനുയോജ്യമായുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ ഒരു 2 മെഗാ പിക്സൽ ക്യാമറ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാമറ നല്ലത് തന്നെയാണ്. അത് 4 മെഗാ പിക്സൽ ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. പക്ഷേ ഇതേ ക്യാമറ തന്നെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ കണ്ടിട്ട് പോയ ഇതേ ക്യാമറ തന്നെ കൊള്ളാലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എടുക്കുകയാണ്. ഉദാഹരണത്തിന് അത് ഒരു വളരെ വലിയൊരു ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാമറ ആ ഗ്രൗണ്ടിൽ ഏറ്റവും മോശം ക്യാമറയായി മാറും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൗണ്ടിൽ എടുക്കുന്ന ആ ഒരു ക്യാമറയിൽ നമുക്ക് ആ ഗ്രൗണ്ട് മൊത്തം കാണണം. കൂടാതെ ഗ്രൗണ്ടിൽ ഓടിക്കളിക്കുന്ന പിള്ളേരുടെ മുഖവും സൂം ചെയ്ത് കാണണം എന്ന് വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും അവരുടെ ഫേസ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ക്യാമറ 2ഓ 4ഓ ഒക്കെ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ആ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞാൽ ഒരു 6-7 മീറ്റർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ റെക്കഗ്നിഷൻ പവർ എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ ഒരു 12 മീറ്ററോളം വന്നേക്കാം. പക്ഷെ നമുക്ക് ഈ ഗ്രൗണ്ടിൽ 12 മീറ്റർ ആണോ വരുന്നത്? എത്രയോ മീറ്റർ ദൂരം കാണും ഈ ഗ്രൗണ്ട്. അപ്പൊ അതിന്റെ ഒരു മിഡിൽ പോർഷൻ വരെ എത്തുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 10, 25 മീറ്ററോളം ദൂരം വരും അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ഒരിക്കലും ഈ ക്യാമറ അനുയോജ്യമായിരിക്കില്ല. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ എവിടെയാണോ ക്യാമറ വെക്കുന്നത് ആ ക്യാമറ ആ സ്ഥലത്തിന് അനുയോജ്യമാണെങ്കിൽ മാത്രമാണ് അത് നല്ല ക്യാമറ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ക്യാമറ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്യാമറയുടെ റെസൊല്യൂഷൻ ആണെന്നാണ്. അതായത് 4K ക്യാമറ, അതായത് 8 മെഗാ പിക്സൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ 2 മെഗാ പിക്സലിനേക്കാളും അടിപൊളിയായിട്ട് കാണും ഏത് സ്ഥലത്തും എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു എക്സാമ്പിളിലേക്ക് വന്നാൽ, ഈ 8 മെഗാ പിക്സൽ ക്യാമറ പോലും ആ ഒരു വലിയ ഗ്രൗണ്ടിനകത്ത് ഒന്നുമല്ല. അവിടെ കൊണ്ട് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ആ ഗ്രൗണ്ടിന്റെ വലിപ്പം വളരെ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ ഒന്നും ഫേസ് ഒന്നും ഈ 4K ക്യാമറയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും അയാൾ ഒരു 30 മീറ്ററോ 40 മീറ്ററൊക്കെ ദൂരെ നിൽക്കുകയാണെങ്കിൽ ആ ക്യാമറകളുടെയും ഐഡന്റിഫിക്കേഷൻ പവറും റെക്കഗ്നിഷൻ പവറൊക്കെ ഏതാണ്ട് സിമിലർ ടു 6 മെഗാ പിക്സൽ 4 മെഗാ പിക്സൽ ഒക്കെ തന്നെയാണ്. ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എടുക്കേണ്ട ക്യാമറകൾ വേറെയാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പയ്യൻ 4 ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തു. ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. 4 ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തു. 3 ക്യാമറകൾ ഒട്ടും വ്യക്തതയില്ലാതെയാണ് രാത്രിയിൽ കാണുന്നത്. അവിടെ രാത്രിയിൽ പുള്ളി വെട്ടമിടാറില്ലാത്തതാണ്. എല്ലാ ക്യാമറയും കളർ ക്യാമറയാണ് വെച്ചേക്കണത്. അപ്പോൾ ഒരു ക്യാമറയിൽ മാത്രം അത്യാവശ്യം രീതിയിൽ കാണുന്നുണ്ട്. അത് വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ക്യാമറയാണ്. ബാക്കിയുള്ള ക്യാമറയൊക്കെ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ആ ക്യാമറ മാറ്റിയിട്ട് വേറെ ക്യാമറ വെക്കണമെന്നൊക്കെ എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫോണിലൂടെ അദ്ദേഹമായിട്ട് സംസാരിച്ചു. ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ ക്യാമറയുമായിട്ട്, ഇപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ, ക്യാമറയുമായിട്ട് കൂടുതൽ അടുത്ത് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനെ കൊണ്ട് നിങ്ങൾ ആ സൈറ്റ് കാണിച്ച് വേണം നിങ്ങൾ ക്യാമറ ചൂസ് ചെയ്യാൻ. അവിടെ ഏത് ക്യാമറ എടുക്കണമെന്ന്. എന്തോരം ടൈപ്പ് ക്യാമറകളുള്ളത്. അത് ഏത് ക്യാമറ എടുക്കണമെന്ന് എല്ലാ ക്യാമറയും നമുക്ക് അവിടെ കൊണ്ട് വെച്ച് നോക്കാൻ പറ്റൂല. അത് വെച്ച് പരിചയമുള്ള ഒരാൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ആ സൈറ്റ് കണ്ടാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും അത് ഏത് ക്യാമറ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ സൈറ്റ് വിസിറ്റ് ഒക്കെ ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, താഴെ കൊടുത്തേക്കണ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സജഷൻ നമ്മുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ടെക്നീഷ്യൻസിന്, എക്സ്പേർട്ട് ആയിട്ടുള്ള ടെക്നീഷ്യൻസിന് തരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്ത് വാറണ്ടിയോട് കൂടി 3 വർഷം വരെ വാറണ്ടിയുള്ള ക്യാമറകളാണ് ഞങ്ങൾ നെക്സ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമറകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനലി ബെസ്റ്റ് ക്യാമറ ഏതാണ് ബ്രോ എന്ന് ഇനി നിങ്ങൾ ദയവേത് ചോദിക്കരുത്. അത് നമ്മൾ ഏത്
സ്ഥലത്ത് വെക്കുന്നോ അതിനനുസരിച്ച് ഇരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.